രജനീഷ് ഓഷോനെ കുറിച്ചാണ് ഇപ്പോൾ യൂട്യൂബ് എല്ലാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുഴുവനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് രജനീഷ് ഓഷോനെ കുറിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയത്? അത് വേറൊന്നുമല്ല കേട്ടോ. നമ്മുടെ മോഹൻലാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തായിരുന്നു. അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തിരുന്നു. അത് പേപ്പറിലാണ്, ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു. അതിനുശേഷമാണ് ആളുകൾ ഒരുപാടധികം അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തുവാണെങ്കിലും ഇപ്പോൾ പുസ്തകം വായിക്കുന്നവരുടെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കെങ്കിലും ഇല്ലാത്ത ഒരാൾ പോലും കാണത്തില്ലായിരിക്കും അല്ലേ? കാരണം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ബുക്സൊക്കെ വളരെയധികം മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള, ലൈഫിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്സിൽ കുറേയധികം സ്റ്റോറീസും അദ്ദേഹം ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റോറി വെച്ചിട്ടാണ് പുള്ളി പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അതുപോലെ പുള്ളിയുടെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഷെയർ ചെയ്ത ഒരു സ്റ്റോറിയാണ് ഒരു കഴുതയുടെ സ്റ്റോറി. അപ്പോൾ അതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കഴുത അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥന് വേണ്ടി എന്നും ഉപ്പ് ചുമന്നുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ എന്നും ഉപ്പാകുമ്പോൾ ഭയങ്കര കനവല്ലേ, അപ്പോൾ എന്നും അത് തുടർന്നുകൊണ്ടേയിരുന്നു, എന്നും ഇത് തന്നെ ചെയ്യാണ്. അങ്ങനെ ഒരു ദിവസം ഈ കനവുമായിട്ട് പോകുമ്പം അത് അടുത്തുള്ള ഒരു തോട്ടിലേക്ക് വീണ് എണീറ്റപ്പോൾ ഈ ഉപ്പ് കുറേ അധികം അതിൽ അലിഞ്ഞുപോയി. അപ്പോൾ അതിന് ഭയങ്കര റിലീഫ്. അത് വെച്ചാൽ ഒത്തിരി വെയിറ്റ് കുറഞ്ഞില്ലേ. അപ്പം അതിന് മനസ്സിലായി, ഓക്കെ, നാളെ തൊട്ട് ഇത് തന്നെ പരിപാടി. അങ്ങനെ അത് എന്നും ഈ വെള്ളത്തിൽ വീഴണ പോലെ കാണിച്ച് ഈ കനം കുറച്ച് പോകും. അങ്ങനെ ഒരു ദിവസം ഈ ഉടമസ്ഥൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ശ്രദ്ധിച്ച് പുള്ളി എന്ത് കൊടുത്തു, ഈ ഉപ്പിന് പകരം അതിനകത്ത് പഞ്ഞി നിറച്ചൊരു ദിവസം ഈ കഴുതയെ വിട്ടു. കഴുത എന്താ ചെയ്തു, സ്ഥിരം ചെയ്യണ പോലെ വെള്ളത്തിലേക്ക് മറിഞ്ഞു എണീറ്റ കഴുതയ്ക്ക് എണീക്കാൻ പറ്റാത്ത വിധം കനം. കാരണം വെള്ളം ഈ പഞ്ഞി ഇതെല്ലാം അബ്സോർബ് ചെയ്ത് കനം കൂടിയിട്ട് കഴുതയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സാരാംശം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ഒരു കാര്യത്തിനും ഷോർട്ട് കട്ടില്ല. ഒരു കാര്യത്തിനും നമ്മൾ ഷോർട്ട് കട്ട് തേടി പോവുകയും ചെയ്യരുത്. നമ്മുടെ ലൈഫിൽ എന്താണോ വരുന്നത് അത് നല്ല രീതിയിൽ ഹോണസ്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഷോർട്ട് കട്ട് തേടി നമ്മൾ പോയാൽ ആ ഷോർട്ട് കട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാപ്പായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ എപ്പോഴും ഓർക്കുക.